കേക്ക് വാങ്ങിച്ചില്ല, അവളെനിക്ക് കേക്ക് തന്നതാണ്. അത് ഞാൻ പറയുന്നത് പാലേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് തിരക്കുകളൊക്കെയാണ്. അന്നാണെങ്കിൽ നിക്കാണെങ്കിൽ തറയില് നിന്നില്ല. ലക്കി ഫാമിലി മലയാളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഫാമിലി വ്ളോഗിംഗ് യൂട്യൂബ് ചാനലാണ്. സാധാരണ ഫാമിലി വ്ളോഗ് യൂട്യൂബ് ചാനലുകൾ പോലെയൊക്കെ തന്നെ വീടുമായി ബന്ധപ്പെട്ടുള്ള വ്ളോഗുകൾ, വിശേഷങ്ങൾ, ഇതൊക്കെയാണ് ഇവരുടെ വീഡിയോസിൽ മെയിൻ ആയിട്ട് കാണാൻ സാധിക്കാറുള്ളത്. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഈ ഫാമിലിയിലെ ഏറ്റവും ഇളയവനായിട്ടുള്ള കിച്ചുവിന്റെ ഹൗസ് വാമിംഗ് നടക്കുന്നത്. അതിന്റെ ഫുട്ടേജസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്നാൽ ആ വീഡിയോന്റെ കമന്റ് ബോക്സ് അധികവും നെഗറ്റീവ് ആയിരുന്നു. വേറൊന്നുമല്ല കാരണം, മെയിൻ ആയിട്ട് പറയുന്നത് ചേച്ചിക്ക്, അതായത് കിച്ചുവിന്റെ ഏട്ടന്റെ വൈഫായിട്ടുള്ള ആതിരക്ക് കിച്ചുവിന്റെ വൈഫായിട്ടുള്ള അനുവുമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ചേച്ചി ഫുള്ള് മെയിൻ ആവുന്നു, അനുവിന് അവസരം കൊടുക്കുന്നില്ല എന്നിങ്ങനെയാണ് ഫുൾ കമന്റ്സ് വരുന്നത്. ഇതിപ്പോ കിച്ചു വെച്ച വീടൊന്നുമല്ല ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ചേച്ചിക്കും അഹങ്കാരം കൂടിയോ, അനു തന്ന കേക്ക് കഴിച്ചോ എന്നൊക്കെയാണ് ആൾക്കാർ നോക്കുന്നത്. ഇല്ലാത്ത ഓരോരോ കുടുംബ പ്രശ്നങ്ങൾ വരെ കമന്റ് ബോക്സിൽ കണ്ടു. ചിലപ്പോൾ ഉണ്ടെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഇത്തരത്തിലുള്ള കുറെ ഹെയ്റ്റ് കമന്റുകൾ കൂടി വന്നതോടെയാണ് അനുവും ആതിരയും ഇതിനെതിരെ റിയാക്ട് ചെയ്തുകൊണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടുന്നത്. നമുക്ക് എന്തായാലും അത് കണ്ടോക്കാം. അപ്പൊ കുറെ നാളായി നമ്മള് വീഡിയോ ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് റീസണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈയിടയ്ക്ക് നമ്മുടെ കിച്ചുവിന്റെ പാലിയാച്ച് കഴിഞ്ഞു, വീട് പാലിയാച്ച്. അപ്പൊ അതിന്റെ വീഡിയോ ഉടനെ വരും. അതിന് മുന്നേ ആയിട്ട് 2 ദിവസമായിട്ട് ഞാൻ ഭയങ്കര എയറിൽ നിൽക്കാണ്. നമ്മൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ നമ്മൾ രണ്ടും കൂടെ ഉള്ളൂ. ചേട്ടന്മാര് വന്നില്ല, കാരണം ചേട്ടന്മാര് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവരിങ്ങനെ ആയിരിക്കും പെരുമാറുന്നത്. വേറെ ഒന്നും കൊണ്ടിട്ടല്ല. പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞു. വേറൊന്നുമില്ല ഗൈസ്, ഇപ്പൊ വീട് പാലിച്ച സമയത്ത് നമ്മളിവിടെ വീട്ടിലെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാനും ചേച്ചിയും ചേട്ടനും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ഇടയ്ക്ക് ഇതുവരെയായിട്ടും ഒരു ഈഗോ പ്രശ്നമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ചേട്ടനായിരുന്നാൽ പോലും ചേച്ചിയെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കാണുന്നത്, ഞാനായിരുന്നാലും അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള സ്നേഹ പ്രകടനങ്ങളാണ് ഞങ്ങൾ ഓൾറെഡി കാണിക്കുന്നത്. ഇപ്പൊ ചേച്ചിയുടെ കയ്യിൽ ചേട്ടൻ ഇങ്ങനെ തോളിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു, ചേച്ചി ചേട്ടൻ കൈ പിടിച്ചെന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും വേറെ അർത്ഥത്തിൽ അത് കണ്ടിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകള് എല്ലാവരും ചില മഞ്ഞക്കണ്ണുള്ള ആൾക്കാര് അത് വേറെ രീതിയിൽ. ഇപ്പൊ നമുക്ക് തോന്നുന്നത് ജനറേഷനും അതുപോലെ ടെക്നോളജിക്ക് എത്ര വളർന്നാലും ആൾക്കാരുടെ മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. അവര് വേറെ രീതിയിൽ ഒക്കെ തന്നെ ചിന്തിച്ചു പോകും. അപ്പൊ നമുക്കതൊന്നും പ്രശ്നമില്ല. പക്ഷെ ചില കമന്റ്സുകളൊക്കെ ആണെങ്കിൽ മഹാവൃത്തിയിട്ട രീതിയിലുള്ള കമന്റ്സ് ആണ് വരുന്നത്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം ചില കമന്റ്സ് ഒക്കെ പറയുന്നുണ്ട് എപ്പോഴും ചേച്ചിയുടെ പുറകെയാണല്ലോ. ആ കുഴപ്പമില്ല, അനിയന്മാര് ചേച്ചിയുടെ പുറകെ ഒരു ആവശ്യത്തിന് ഇങ്ങനെ നടക്കുമല്ലോ. അവരും ഒരു എന്താ പറയാ നമ്മുടെ വീട്ടിലെ ഇളയക്കുട്ടി എന്നുള്ള രീതിയിലാണ് അവൻ എന്റെ പുറകെ നടക്കുന്നത്. അങ്ങനെ അവന്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ, അനു ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ അവൻ എന്നോടാണ് ഫസ്റ്റ് വീട്ടിലെ അച്ഛന്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പറയുന്നത് മുന്നേ എന്റെ അടുത്താണ് വന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്നേഹമുണ്ട്. അപ്പൊ അതിനെ വേറൊരു രീതിയിൽ ആൾക്കാർ വളച്ച് എന്തൊക്കെയാണോ എന്തോ കമന്റ്സ് നമ്മളിടുന്ന നോർമൽ വീഡിയോയിൽ പോലും. ഇപ്പൊ ഞാൻ ചേട്ടനായിട്ട് ഇടയ്ക്ക് ഒരു ട്രാൻസിഷൻ വീഡിയോ ഇട്ട്, അതിലാണെങ്കിൽ ഇത് തന്നെ, ചേച്ചി എന്തിനാണ് അനുവിന്റെ കുടുംബം കലക്കുന്നത്, ചേച്ചി എന്തിനാണ് അവർക്ക്, ഇതെന്തോന്നാണ് നിങ്ങൾ എന്തോന്ന് കാര്യങ്ങൾ ചേടാ എന്തൊക്കെ തരം ആൾക്കാരാണല്ലേ. ഇതിപ്പോ ചേട്ടത്തിന്റെ തോളിൽ അനിയത്തി കൈയിടുന്നതൊന്നും ഒരു തെറ്റല്ല. എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് കാണുമ്പോൾ എന്തിനാണ് ഇതിനൊക്കെ മറ്റൊരു അർത്ഥം കണ്ടെത്തുന്നത്? കിച്ചു ചേട്ടത്തിയെ സ്വന്തം ചേച്ചിയായിട്ടാണ് കാണുന്നത്. ഇവര് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, കിച്ചുവിന്റെ കല്യാണത്തിന് മുമ്പേ കിച്ചുവിന് വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവൻ അത് ചേട്ടത്തിയോടാണ് പറയാറുള്ളത്. കാരണം അമ്മയാണെങ്കിൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ടായിരിക്കും റിയാക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്വന്തം ചേച്ചിയായി കണ്ടുകൊണ്ട് തന്നെയാണ് കിച്ചു കാര്യങ്ങളൊക്കെ ചേട്ടത്തിയോട് പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അവർ തമ്മിലൊരു ബോണ്ടാണ്. അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ആൾക്കാർ അനുവിന്റെ ജീവിതം ആതിര നശിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ആന മണ്ടത്തരമാണ്. അനുവിന് ഇതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് അനു തന്നെ പറയുന്നുണ്ട്. പക്ഷെ പ്രശ്നം മൊത്തം കമന്റ് ചെയ്യുന്നവർക്കാണ്. പിന്നെ അതുപോലെ ഇതുപോലുള്ള നെഗറ്റീവ് കമന്റ്സ് വരാനുള്ള മെയിൻ കാരണം നമ്മൾ ആരും ഇവരുടെ ജീവിതം കാണുന്നില്ലല്ലോ. ഇവരിടുന്ന ചില വീഡിയോസ് കണ്ട് മാത്രമാണ് നമ്മൾ ഇവരെ വിലയിരുത്തുന്നത്. എന്തായാലും ഇവർ കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. എപ്പോഴും പറയും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു ഒരു പ്രൈവസി നിങ്ങൾ കണ്ടെത്തണം, നിങ്ങൾ അങ്ങനെ പോകണം. പക്ഷെ ഇത് നിങ്ങൾ കേൾക്കണ്ടേ, വീട് വെച്ചിട്ടും നമ്മുടെ കൂടെയാണ് താമസിക്കുന്നത്. അതിപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ കള്ളം പറയുന്നതാണ്. ഇപ്പൊ നമ്മൾ പുതിയ വീട്ടിലാണ് താമസം. ഇപ്പൊ നമ്മൾ പുതിയ വീട്ടിൽ എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്നതും ഉറങ്ങുന്നതെല്ലാം അപ്പുറത്തെ വീട്ടിലാണ്. അതിപ്പോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ ലൈവായിട്ട് കാണിച്ചു തരാൻ പറ്റും. ഈ ഓൺലൈൻ മീഡിയാസ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം. അതായത് അവരാണെങ്കിൽ സ്റ്റാർട്ടോ അതുപോലെ എൻഡോ ഒന്നും എടുക്കില്ല, നടുക്കുള്ള എന്തെങ്കിലും ഒരു ഭാഗം എടുത്ത് അവരറിഞ്ഞിട്ട് അവര് ലൈവായിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് കുറ്റം പറയുന്നതല്ല. പക്ഷെ അത് കാണുന്ന ചില മഞ്ഞക്കണ്ണുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ബോറായിട്ടാണ് സംസാരിച്ച് ഇങ്ങനെ കമന്റ് ഇടുന്നത്. എന്നാ പിന്നെ അവരുടെ സ്വന്തം DP ഇട്ടിട്ടായിരുന്നെങ്കിൽ നമുക്ക് അതിന് റിപ്ലൈയില് കൊടുക്കായിരുന്നു. അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ട് ആരാണ് ഏത് തരത്തിലുള്ള ആളാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ആണാണോ പെണ്ണാണോ എന്നും അറിയാൻ പാടില്ല. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചിലവർ പറയുന്നുണ്ട് നിങ്ങൾ ഉടനെ തന്നെ മറുപടി കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ ഇവരിങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങനത്തെ ഭയങ്കര നെഗറ്റീവ് പോലെ നമ്മളിടുന്ന എല്ലാ കല്യാണം കഴിഞ്ഞ സമയത്ത് അനു ചിരിച്ചില്ല. അനു ആയിരുന്നു കുറച്ചങ്ങ് എയറിൽ നിന്നത്.
ഇപ്പൊ ആ ചേച്ചി വന്ന് കിച്ചുവിന്റെ അടുത്ത് നിന്നത് അനുവിന് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത് എന്റെ പിള്ളേര് വന്ന് കിച്ചുവിന്റെ അടുത്ത് നിന്ന് ഇഷ്ടപ്പെട്ടില്ല, അനുവിനായിരുന്നു കുറ്റം. ഇപ്പൊ പാലുകാശായിരുന്നപ്പോ ചേച്ചി കേക്ക് വാങ്ങിച്ചില്ല, അവളെനിക്ക് കേക്ക് തന്നതാണ്. അത് ഞാൻ പറയാം ചേച്ചി. പാലേശം എന്ന് പറയുമ്പോൾ ഒരുപാട് തിരക്കുകളൊക്കെയാണ്. അന്നാണെങ്കിൽ നിക്കാണെങ്കിൽ തറയില് നിന്നില്ല. അവള് ആള് ഇങ്ങനെ കൂടുന്ന സമയത്താണെങ്കിൽ അവള് വേറെ ആരെയും കയ്യിലും പോയില്ല, ഇവളുടെ കയ്യിലും പോയില്ല, അമ്മയുടെ കയ്യിലും പോയില്ല. അവൾ ഫുൾ എന്റെ കയ്യിലായിരുന്നു. എനിക്കാണെങ്കിൽ രാവിലെ തൊട്ട് ഒരു മൈഗ്രെയിൻ പോലെ ഭയങ്കര തലവേദനയൊക്കെ ആയിട്ടാണ് ഇരുന്നത്. അപ്പം ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു ഞാൻ. അപ്പോഴും എന്റെ മോൻ ചിലപ്പോൾ ചിരിച്ച് കാണില്ലായിരിക്കാം. ഞാൻ ചേച്ചിക്ക് കേക്ക് കൊടുത്തു, എന്നിട്ടാണ് ചേച്ചി അത് വാങ്ങിച്ചിട്ടാണ് ചേട്ടന് കേക്ക് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ കൊടുത്ത് ചേച്ചി വാങ്ങിച്ചത് ആ വീഡിയോയിലില്ല. കാരണം ചേച്ചി എന്റെ കൈ തട്ടി മാറ്റി മാറ്റി അനിയനെ ഇങ്ങനെ കൊടുക്കാനാണ് അവക്ക് ധൃതി കൂടുതൽ. യോ എന്തൊക്കെയാണോ എന്തോ കമന്റ്സ്. ആദ്യം ഈ ഓൺലൈൻ മീഡിയക്കാർ പറഞ്ഞാൽ മതിയല്ലോ. ആതിര പറഞ്ഞതുപോലെ കിച്ചുവിന്റെ കല്യാണ സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ ഓൺലൈൻ മീഡിയക്കാർ ചെയ്തത്. അവര് കിച്ചുവിന്റെയും അനുവിന്റെയും എത്രയോ നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടും അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് അനു ചിരിക്കാത്തതൊക്കെയാണ്. അന്ന് അതിന് അനുവിന് നല്ല ഹെയ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അനുവിന് കല്യാണത്തിന് താല്പര്യമില്ല എന്ന് വരെ ചോദിച്ചവരുണ്ട്. അതിനുശേഷം അനു ആ വീഡിയോകൾക്കെല്ലാം മറുപടി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഓൺലൈൻ മീഡിയക്കാർ പരിപാടിക്ക് വിളിച്ചാലുള്ള മെയിൻ കുഴപ്പമാണ് ഇവര് കാര്യങ്ങൾ വളച്ചൊടിച്ച് നെഗറ്റീവ് ആക്കുന്ന രീതിയിലായിരിക്കും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ അതിന് ഉത്തരം പറയാൻ നടക്കേണ്ടി വരും. എന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള പേഴ്സണൽ ഫംഗ്ഷൻസിലൊന്നും ഓൺലൈൻ മീഡിയക്കാരെ വിളിക്കാത്തതാണ് നല്ലത്. കാരണം പ്രൈവസി മൊത്തത്തിൽ അങ്ങോട്ട് പോയി കിട്ടും. എന്തായാലും കല്യാണ സമയത്ത് അനുവിനായിരുന്നു ഹെയ്റ്റ് എങ്കിൽ ഇപ്പൊ നേരെ തിരിഞ്ഞ് മൊത്തം ഹെയ്റ്റും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചേച്ചിയായിട്ടുള്ള ആതിരക്കാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ നെഗറ്റീവ് കമന്റ്സിനെതിരെ നമ്മൾ വിശദീകരണം കൊടുത്താലും പറയേണ്ടവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ഇതിന്റെ ഇടയിൽ ഒരു കേക്കിന് ഒരു കാര്യം ഇവർ പറയുന്നുണ്ടല്ലോ. ഈ ഓൺലൈൻ മീഡിയക്കാരിട്ട 1 മിനിറ്റ് അടിച്ച ആ വീഡിയോ ഒന്ന് ഞാൻ ഇവിടുന്ന് പ്ലേ ചെയ്യാം. ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അനുവിന്റെ കേക്ക് ആതിര ശ്രദ്ധിച്ചില്ല. കിച്ചുവിന്റെ കേക്ക് മുന്നിൽ തന്നെ ഉള്ളത് കൊണ്ട് അത് ആദ്യം കഴിച്ചതായാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ആതിരയും അനുവും പറയുന്നുണ്ട് ആതിരയ്ക്ക് കേക്ക് കൊടുത്തപ്പോ ആതിര കേക്ക് കഴിച്ചു എന്നുള്ളത്. ആ ഭാഗം കട്ട് ചെയ്താണ് ഓൺലൈൻ മീഡിയക്കാർ ഇട്ടതെന്ന്. എന്താണല്ലേ, മനഃപൂർവ്വം തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെയുള്ള വീഡിയോകളെല്ലാം കട്ട് ചെയ്ത് ഓൺലൈൻ മീഡിയക്കാർ ഇടുന്നതാണ്. വേറെ ഒന്നിനു വേണ്ടിയല്ലേ, ഇവർക്ക് വീഡിയോക്ക് നല്ലൊരു റീച്ച് കിട്ടാൻ വേണ്ടിയൊക്കെ തന്നെ. ഇനിയിപ്പോ അനുവിന്റെ കേക്ക് ആതിര കഴിച്ചിട്ടില്ലെങ്കിൽ ആ കേക്ക് ആതിര കാണാത്തത് കൊണ്ടാവും കഴിക്കാത്തത് എന്ന് ചിന്തിക്കാനുള്ള ആൾക്കാർക്ക്. പക്ഷെ ആ വീഡിയോക്ക് താഴെ വൻ നെഗറ്റീവ് കമന്റ്സ് ആണ് വന്നത്. ചില കമന്റ്സ് ഞാൻ വായിച്ചു തരാം. ചേച്ചിക്ക് ആ കേക്ക് കൊടുത്ത കേക്ക് വാങ്ങിച്ചുമില്ല, അനിയനു മാത്രം കേക്ക് കൊടുത്തത് ശരിയായില്ല, ആ അനുജത്തിക്ക് കൊച്ചു പാവം, ഞാൻ ആയിരുന്നെങ്കിൽ ഫീൽ ആയേനെ, അനു കൊടുത്ത കേക്ക് മേടിച്ചില്ല, അനിയന് മാത്രം കേക്ക് കൊടുത്തു, ചേട്ടത്തിയമ്മ ഷീ ഈസ് സംതിങ് ഹൈഡിങ് എവറി ടൈം ഐ ഗെറ്റ് സം നെഗറ്റീവ് അബൌട്ട് ഹെർ. എനിക്കും ചേട്ടത്തിയെ കാണുമ്പോൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് നടക്കുന്നു എന്നൊക്കെ തോന്നുന്നു. ഞാൻ കരുതി എന്റെ മാത്രം തോന്നലാണെന്നാണ്. നന്നായി അനുവിനെ അവോയ്ഡ് ചെയ്യുന്നു. ഇതിപ്പോ കേക്ക് വാങ്ങാത്തതാണ് ഇത്ര വലിയ കുഴപ്പം. അനു എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അനുവിനോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ തന്നെ പോയി ഒരു കേക്ക് വാങ്ങിച്ചോ. എന്നാൽ അതിൽ നിന്ന് എടുത്തിട്ട് ആതിരക്ക് തന്നെ വലിയൊരു പീസ് കൊടുക്കും. ആതിര ആ കേക്ക് തിന്നു കഴിഞ്ഞാണെങ്കിൽ നാട്ടുകാരുടെ ചൊറിച്ചിൽ ചിലപ്പോൾ മാറുമായിരിക്കും. ഇതിപ്പോ LKG പിള്ളേർ പിച്ചി മാന്തി എന്നൊക്കെ പറയുന്ന പോലെയായി കാര്യങ്ങൾ. എന്തായാലും ഇതിനുശേഷം ഇവർ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അങ്ങോട്ട് കണ്ടു നോക്കാം. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ പറയണ പോലെയൊന്നും അല്ല ഞങ്ങളുടെ റിയൽ ലൈഫ്. ചേച്ചി അങ്ങനെയല്ല, വീഡിയോയിൽ കാണുന്നതല്ല ആരെ റിയൽ ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ വീഡിയോയിൽ ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മളുടെ നാച്ചുറലാണ് നമ്മൾ പല സിറ്റുവേഷനിൽ നിൽക്കുന്നത്, അഭിനയിച്ച് നിൽക്കുന്നതൊന്നും അല്ല. ചിലവരാണെങ്കിൽ ഭയങ്കരമായിട്ട് അഭിനയിച്ച് നിന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവരും ഉണ്ടാവും. 2 ടൈപ്പ് ഓഫ് പീപ്പിൾസ് ആണല്ലോ നമുക്കുള്ളത്. അപ്പം അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ എനിക്കിത് നിങ്ങളുടെ തൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ദയവ് ചെയ്ത് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 8 വർഷമാകുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഇതുവരെ ഒരു പ്രശ്നമില്ല. അവനാണെങ്കിൽ എന്റെ തോളത്ത് കഴിയും, ഞാനും തോളത്ത് കഴിയണം. അവന്റെ അടുത്ത് എന്തുണ്ടെങ്കിൽ അങ്ങോട്ട് ഷെയർ ചെയ്യും, തിരിച്ചും ഷെയർ ചെയ്യും. ഇവള് വന്നെന്ന് പറഞ്ഞിട്ട് നമുക്കിടയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. അവൻ എന്നെ അമ്മാന്ന് വിളിക്കുന്നതിന് മുമ്പേ അവൻ ചേച്ചിന്ന് വിളിച്ചിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു പാർട്ടിയും കുറച്ച് ദേഷ്യപ്പെടും. അപ്പൊ അത് അവനറിയാം. അതുകൊണ്ടിട്ട് അവൻ നേരെ വന്ന് എന്റെ അടുത്താണ് സംസാരിക്കുന്നത്. അത് നിങ്ങൾ വേറെ രീതിയിലൊന്നും കാണരുത്. വേറെ രീതിയിൽ ഇപ്പൊ എന്റെ ചേട്ടൻ പട്ടാളക്കാരനാണ്. അപ്പൊ പുള്ളിക്കാരൻ വല്ലപ്പോഴും ഒരിക്കൽ ലീവിന് വന്നിട്ട് ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കാണ് ലീവിന് വരുന്നത് തന്നെ. അപ്പൊ ഇതുപോലുള്ള കമന്റ്സ് ഒക്കെ കാണുമ്പോഴത്തേനും ചേട്ടനും ഭയങ്കരമായിട്ട് വിഷമം വരും. റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ തന്നെ പറഞ്ഞോളാം എന്നിങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തിയതാണ്. ചിലപ്പോൾ റിയാക്ഷൻ ഇങ്ങനെ ആയിരിക്കില്ല, വേറെ രീതിയിൽ. അവരാണുങ്ങളല്ല, വേറെ രീതിയിലൊക്കെ സംസാരിക്കും. കാരണം കമന്റ്സ് അങ്ങനെയാണ്. ആരും അറിയാതെ നിങ്ങൾ ഇങ്ങനെ കമന്റ്സ് ഇടാൻ പാടില്ല. ചിലപ്പോൾ അത് എത്രത്തോളം അവരുടെ ലൈഫിനെ ബാധിക്കുമെന്നോ അങ്ങനെ നിങ്ങൾക്ക് അല്ലേ? അതെ, നമുക്ക് കുഴപ്പമില്ല, എല്ലാത്തിനും വേണം പറഞ്ഞു. പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. 2 പേർക്കും 2 കുടുംബങ്ങളായി അവര് ഹാപ്പി ആയിട്ട് 2 കുടുംബങ്ങളായെങ്കിലും ഒരു ഫാമിലി പോലെ ഒരുമിച്ച് ജീവിക്കാം. അപ്പൊ അതിനിടയിൽ ഈ പണ്ടത്തെ ആൾക്കാർ അനിയൻ ചേട്ടൻ, അനിയന്റെ ഭാര്യ ചേട്ടൻ
മിണ്ടാൻ പാടില്ല, അതുപോലെ അനിയൻ ചേച്ചിയുടെ അടുത്ത് മിണ്ടി അത് വേറെ രീതിയിൽ, അങ്ങനെയൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ പണ്ടത്തെ ആൾക്കാർക്കാണ് കൂടുതൽ. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെ ആയിപ്പോയി. സത്യം പറഞ്ഞാല് ജെന്യൂൻ ആയിട്ട് നിങ്ങളെ പോലത്തെ ഫാമിലി ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, നമ്മളടുത്ത് പറഞ്ഞവരും ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഞങ്ങളൊരു മാതൃകയാണ് എന്നാണ് ആ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റും. ഞാനും ഒരുമിച്ച് പോകുമ്പോ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്റെ അനിയത്തിയാണ്, അച്ഛനൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോ എന്റെ അനിയത്തിയാണോ അച്ഛനെ കെട്ടിച്ചു കൊടുത്തത് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത്രയും സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അതിനെയാണെങ്കിൽ നിങ്ങൾ വേറൊരു രീതിയിൽ കാണരുത്. ഒരു കിച്ചൺ ഓക്കെ, അതാണ് ഇപ്പോഴും പഴയ ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. അവരെ നമ്മൾ തിരുത്താൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അവരവരുടെ ഐഡിയോളജിയിൽ നിൽക്കുന്നവരാണ്. അവരെന്തായാലും അവർക്ക് തോന്നുന്ന രീതിയിൽ കമന്റ്സ് ഇടും. അങ്ങനെ ഇടരുതെന്ന് പറഞ്ഞാലും അവർ കേൾക്കൂല. ഇവിടെ നമുക്ക് ആകെ കൺട്രോൾ ഉള്ളത് നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതിലാണ്. ഞാൻ ഒരിക്കലും ഇവരോട് അനിയൻ ചേട്ടത്തിയമ്മ ബോണ്ടുള്ള വീഡിയോസ് ഇടരുതെന്നൊന്നും പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായി നിങ്ങൾ വീഡിയോയിൽ കാണിക്കരുത്. കാരണം കാണുന്ന ആൾക്കാർ നിങ്ങളുടെ വീഡിയോയിൽ ചെറിയൊരു ഭാഗം കണ്ടിട്ടായിരിക്കും നിങ്ങളെ വിലയിരുത്തുക. എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് കമന്റ്സ് അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാൽ മതി. എന്നാലോ തീരെ പറ്റാത്ത കമന്റ്സ് വരുമ്പോൾ അതിനെ റിയാക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. പരമാവധി നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കുക. ഒന്നാമത് നിങ്ങളുടെ പരിപാടിക്ക് ഓൺലൈൻ മീഡിയക്കാർ വിളിച്ചത് തന്നെയാണ് ഇത്ര പ്രശ്നമായത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ലക്കി ഫാമിലി ഇതേപോലെ എപ്പോഴും നല്ല ഒത്തൊരുമയിൽ തന്നെ ജീവിച്ച് പോകട്ടെ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.